ഹായ് ഹലോ നമസ്കാരം. അമദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും 7-8 സ്ലൈസ് ബ്രെഡും കുറച്ച് ചീസും വെച്ചിട്ട് നല്ലൊരു ചീസ് ബോൾ ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. 3 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഒരു 7-8 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മൊസറല്ല ചീസും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്, ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് സ്ലൈസ് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർക്കണം. ചേർത്ത് കൊടുക്കാം. എല്ലാ സ്ലൈസും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കുരുമുളക് ക്രഷ് ചെയ്ത് ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒറിഗാനോ അതെൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ചേർത്തതാണ്, ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. ഗരം മസാല ചേർത്താലും മതി, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ് കുറച്ച്, ഇത് പിരിയമുളകും സാധാരണ വറ്റൽമുളകും കൂടി ചേർത്തിട്ട് പൊടിച്ച് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നു, 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ചാട്ട് മസാല കൂടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് സോൾട്ട് കുറച്ച്. ചാട്ട് മസാലയിൽ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് കുറവായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്, അത് ശ്രദ്ധിക്കണം. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കുന്നു, കോൺഫ്ലവർ. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലിരിക്കുകയാണ്. ഒട്ടും വെള്ളം കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഇല്ല, കറക്റ്റ് പാകമായിരുന്നു. ഇനി ഇതിലേക്ക് ചീസ്, മൊസറല്ല ചീസ് ഞാൻ എടുക്കുന്നുണ്ട് കുറച്ച്. ചീസ് ഇല്ലാതെയും ഈ റോൾസ് ഉണ്ടാക്കാം കേട്ടോ, ഈ ബോൾസ് ഉണ്ടാക്കി എടുക്കാം. ഇപ്പം ചീസ് ഉള്ളത് കൊണ്ട് വെക്കുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചീസ്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച ഉരുളയിൽ നിന്നും ആവശ്യമുള്ള സൈസ് വലിപ്പത്തിൽ കുറച്ച് മാവെടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ ഉരുട്ടിയെടുക്കാം. കൈവെള്ളയിലിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം നമുക്ക്. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ചീസ് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചല്ലോ, മൊസറല്ല ചീസ്, അത് അതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് പുറത്ത് കാണാത്ത രീതിയിൽ ആ ഡോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഒട്ടും പുറത്ത് കാണാൻ പാടില്ല. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ആ സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. നന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ റോൾ ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓട്സിൻ്റെ പൊടിയിൽ മുക്കിയെടുക്കണം. ബോൾസ് എല്ലാം ചെയ്തിട്ട് കാണിക്കാം. എല്ലാ ബോളും ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഈ ഓട്സിൻ്റെ പൊടിയിൽ, ബ്രെഡ് ക്രംസ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ഓട്സിൻ്റെ പൊടി മാത്രമാണ്. മൈദയോ മുട്ടയോ ഒന്നും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല. ഈ ബോൾസ് എല്ലാം ഒന്ന് അമർത്തി ഉരുട്ടി പൊതിഞ്ഞെടുക്കാം. ഓട്സിൻ്റെ ഫ്ലേക്സിൽ, അതായത് ഓട്സ് ക്രംസിൽ. നമ്മൾ കടായിൽ വെച്ച് കൊടുത്ത എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ ഹൈയിൽ തന്നെ ഇരുന്നോട്ടെ, വെന്ത സാധനങ്ങളാണല്ലോ എല്ലാം. പുറം മാത്രം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി, അപ്പോഴേക്കും ഉള്ളും ശരിയാവും. ചെറുതായിട്ട് ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 1-2 പ്രാവശ്യം മറിച്ചിടുമ്പോൾ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് വന്നോളും. അധികം സമയം എടുക്കത്തില്ല, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മുരിഞ്ഞ് വരട്ടെ. നമ്മുടെ ചീസ് ബോൾസ് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. വേഗം തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം. അധികം സമയം എടുക്കില്ല ഇതിന്. നമ്മുടെ ചീസ് ബോൾസ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചീസ് ബോൾസ് എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ പുറത്ത് കുറച്ച് വെളുത്ത എള്ള് ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമല്ലേ, അവരിതൊക്കെ കാണുമ്പോൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കും. ഞാനൊരു ചീസ് ബോൾ പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്, എന്നാലും പൊട്ടിക്കാം. കണ്ടോ, ചീസെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. അകത്ത് നന്നായിട്ടിങ്ങനെ വലിഞ്ഞു വരുന്നുണ്ട്. അടിപൊളി. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമുക്ക് സോസിൽ ഒന്ന് മുക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം, എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കട്ടെ. ആ
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എളുപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ്. ഇനി ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.